എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. 10th പ്രിലിംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വിട്ടിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ കണ്ട പരീക്ഷകളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ LGSൻ്റെ പരീക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ സിലബസിനൊക്കെ കുറച്ച് പുറത്തുനിന്ന് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടാണ് ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണെന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടിയും കണക്കിലെടുത്തിട്ടാണ് ചോദ്യങ്ങൾ ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യങ്ങളാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 25 × 25 - 15 × 15 ഡിവൈഡഡ് ബൈ 25 + 15. ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ. 25 ഗുണിക്കണം 25 -15 ഗുണിക്കണം 15 ഡിവൈഡഡ് ബൈ 25 + 15. എങ്ങനെ ചെയ്യും? സാധാരണ ആളുകൾ ചെയ്യും. 25 × 25 625, അതുപോലെ 15 × 15 225 ഡിവൈഡഡ് ബൈ 25 + 15 40. അത് ചെയ്യും അല്ലേ. നമുക്കിതൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താ കാരണം? എന്താ ഇത് നോക്കി. ഈ 25 ഞാൻ എന്താണ് എ ആണെന്ന് എടുത്തോ, 25 എ ആണെന്ന് എടുത്തോ, അതുപോലെ 15 എന്താണ് ബി ആണെന്ന് എടുത്തോ കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നു നോക്കിക്കോ. A² A × A, അതായത് 25 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ എഴുതാം. ഓക്കെ, 25² - 15² ഡിവൈഡഡ് ബൈ 25 + 15. ശരിക്കും 25 + 15 പകരം ചിലപ്പോൾ തരാൻ പോണ 40 എന്നായിരിക്കും കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലായിക്കോ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 25 + 15 എന്ന് എഴുതിയേക്കണേ. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ 25² - 15² എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആ 25-ന് A എന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ A² - B² എന്നുള്ള പോലെയാണല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ. A² - B² എവിടെയാണ് കണ്ടത്? A + B × A - B കണ്ടത്. അതായത് A² - B² എന്ന് പറഞ്ഞാൽ എന്താണ്? A + B × A - B ആണ്. അത് പഠിച്ച ഇക്വേഷനാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണിത്. എന്താണ്? A² - B² എന്ന് പറഞ്ഞാൽ എന്താണ്? A + B × A - B. എങ്കിൽ പറ, A നമ്മൾ 25 എടുത്തത്, B എന്താ 15 എടുത്തത്. എങ്കിൽ പറ 25² - 15² പകരം എനിക്ക് എങ്ങനെ എഴുതാം? 25 + 15 × 25. ഇനി എന്താ വരേണ്ടത്? -15 അല്ലേ. A + B × A - B ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? 25 + 15 ആണുള്ളത്. അപ്പോൾ നോക്കിക്കേ, 25 + 15, ഇവിടെ ഒരു 25 + 15, ഇത് രണ്ടും എന്തായി? വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എത്രയുള്ളത്? 25 - 15. 25 - 15 പോയാൽ എത്രയാ? 10. നമ്മുടെ ഉത്തരം എത്രയാണ്? 10. ഓപ്ഷൻ എ ആണ് 10. ഇനി ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും, ഇതെങ്ങനെ ഞാൻ വെട്ടിയെന്ന്. നോക്ക്, ഇവിടെയാണ് ഗുണിക്കല്. ബാക്കി എന്താണ്? ഇത് സെപ്പറേറ്റ് ആണ്, ഇത് സെപ്പറേറ്റ് ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതിനൊന്നും നിൽക്കണ്ട. നോക്ക്, 25 + 15, ഇവിടെ താഴെ 25 + 15. ഇത് സെപ്പറേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഇൻറ്റു ആണ്, ഇവിടെ ഗുണനമാണ്. അതാണ് ഈ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് അത് വെട്ടുന്നത്. ഇനി ഇതല്ല എങ്കിൽ, ഇത് ഉത്തരം കിട്ടിയല്ലോ. ഇനി ഇതല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. A² - B² ഡിവൈഡഡ് ബൈ A + B എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? A - B ആയിരിക്കും. കാരണം ഈ ഇക്വേഷൻ തന്നെയാണ് ഞാനത് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അതേപോലെ ഈ ഇക്വേഷൻ നമുക്ക് എന്തുണ്ടാക്കാം? A² - B² ഡിവൈഡഡ് ബൈ A - B എന്ന് പറയുന്നത് എന്തായിരിക്കും? A + B ആയിരിക്കും. അത് ഈ ഇക്വേഷൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 18 ആളുകൾ 25 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? എന്താ സാധനം? ഇത് വർക്ക് ആൻഡ് ടൈമത്തെ ചോദ്യമാണ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യം. ഒരു ഇക്വേഷൻ ഉണ്ട്, കുഞ്ഞ് ഇക്വേഷൻ ഉണ്ട്, പഠിച്ചേ പറ്റുള്ളൂ. അത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ. എന്താ ഇക്വേഷൻ? എന്താ? M1 D1 = M2 D2 അല്ലേ. M1 D1 = M2 D2. ഇതിൽ M എന്താ? ആളുകളുടെ എണ്ണം. D എന്താ? ഡേയ്സ്, എത്ര ദിവസം വർക്ക് ചെയ്തു, അതാണ് D. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായിരിക്കും? ആദ്യത്തത്. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തരുന്ന ദിവസം. M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് എത്ര പേര് വരുന്നുണ്ട്. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് എത്ര ദിവസം എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. എങ്കിൽ പറ M1 എത്ര ചോദ്യത്തിൽ?
18 ആളുകൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ M1 പകരം എനിക്ക് എന്തിടാം? 18 എന്നിട്ട് ഇവിടെ ഗുണിക്കണം. D1 എന്ന് പറഞ്ഞാൽ എത്രയാ? 18 ആളുകൾ 25 ദിവസം കൊണ്ട് തീർക്കും അല്ലേ. അപ്പോൾ എന്താണ് 25 സമം എന്താണ് M2 എത്രയാ? 15 ആളുകളാണ് അല്ലേ. 15 ആളുകൾ ഗുണിക്കണം D2 എത്ര ദിവസം അതറിയോ? അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കപ്പോൾ ഇനി ഇവിടെ എന്ത് മതി? D2 മാത്രം മതി. അപ്പോൾ D2 മാത്രം ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ D2 സമം ഇപ്പുറത്തേക്ക് എഴുതിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇപ്പുറത്ത് എഴുതിയല്ലോ, D2 സമത്തിൻ്റെ അപ്പുറത്താണല്ലോ, ഇപ്പുറത്തോട്ട് എഴുതിയെന്നൊന്നും നോക്കണ്ട. അത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 15 × 25 ഈക്വൽ ടു 15 × D2 എന്ന് പറയുന്നതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 15 × D2 സമം 18 × 25 എന്ന് എഴുതാം. അതുകൊണ്ട് ഇപ്പുറത്തോട്ട് എഴുതി എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നോക്ക്, D2 സമം 18 × 25. അതെന്താ? ഇതാ ഇവിടെ ഉള്ളതാ. ഇപ്പൊ ഡിവൈഡഡ് ബൈ ഇതാക്കുന്നു. ഇവിടെ എന്താ? ഗുണിക്കണം 15 ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇവിടെ ഹരിക്കണം 15 എന്ന് എഴുതുന്നത്. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്നായി. ഇപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം അല്ലേ. 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ I 5 25, ഇവിടെ വെട്ടിയാൽ 3 5 15. ഇനി നോക്ക്, 18 3 വെട്ടാം അല്ലേ. 18 3 വെട്ടിയാൽ 1 3 3, ഇവിടെ എത്രയാ? 6 3 18. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 6 × 5 30 ദിവസങ്ങൾ. ഓക്കെ, നമ്മുടെ ഉത്തരം കിട്ടി. എന്ത്? ഓപ്ഷൻ സി, 30 ദിവസങ്ങൾ. സിമ്പിൾ ചോദ്യമാണ്. എന്താ പഠിക്കേണ്ടത്? M1 D1 = M2 D2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്തായാലും പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇതാകുന്ന അടുത്ത ചോദ്യം. ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ 27 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമായിരിക്കും? കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ന് ശനിയാഴ്ചയാണ് അല്ലേ. ഇന്ന് ശനിയാണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? 27 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ 27നെ 7 കൊണ്ട് ഹരിക്കുക. 27നെ 7 കൊണ്ട് ഹരിക്കുക. 7 ദിവസമല്ലേ ഒരാഴ്ചയിലുള്ളത്, അതുകൊണ്ടാണ് 7 കൊണ്ട് ഹരിക്കുന്നത്. 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 7 4 28. അപ്പം 3 എണ്ണം മതി. 3 7 21, ശിഷ്ടം 6. എത്ര ശിഷ്ടം കിട്ടുന്നേ? 6 ആണ് ശിഷ്ടം കിട്ടുക. ഈ ശനിയോട് ഈ 6 ദിവസങ്ങൾ കൂട്ടിയാൽ മതി. ശനി കഴിഞ്ഞാൽ അപ്പോൾ 6 ദിവസം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ 1 2 3 4 വ്യാഴം വെള്ളി. അതല്ലേ 6ാമത്തെ ദിവസം. 6 ദിവസം കൂട്ടിയാൽ എന്താ കിട്ടുക? ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? വെള്ളി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? കിട്ടിയില്ലേ? ഇത് സിമ്പിളാണ് അല്ലേ. വളരെ സിമ്പിൾ ചോദ്യമാണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യമാണ്, നമ്മൾ ചെയ്യുന്ന ചോദ്യമാണ് കേട്ടോ. ഒരു സ്കൂളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും 3:2 എന്ന അംശബന്ധത്തിൽ 3:2 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 900 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കണേ. ആകെ എത്ര പേരുണ്ട് എന്നാണോ ചോദിച്ചാൽ? അല്ല, ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചേക്കണേ അല്ലേ. പെൺകുട്ടികളുടെ എണ്ണം 900. നോക്ക്, 3:2 ആണ് റേഷ്യോ. ഇതിൽ പറഞ്ഞേക്കുന്ന എന്താ? ആദ്യം പെൺകുട്ടികളുടെ പേരാ പറഞ്ഞേ. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? പെൺകുട്ടികളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞതാണ് ആൺകുട്ടികൾ. അപ്പോൾ 2 ആയിരിക്കും എന്ത്? ആൺകുട്ടികളുടെ റേഷ്യോ എന്ന് മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? 3 എന്ന് പറയുന്നതാണ് എന്ത്? പെൺകുട്ടികളുടെ റേഷ്യോ. 2 എന്ന് പറയുന്നതാണ് എന്ത്? ആൺകുട്ടികളുടെ റേഷ്യോ. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? പെൺകുട്ടികളും ആൺകുട്ടികളും എന്ന് പറയുമ്പോൾ അത് റെസ്പെക്റ്റീവ്ലി എന്ത് വരും? 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആദ്യം എഴുതുന്നത് ആദ്യം, രണ്ടാമത് എഴുതുന്നത് രണ്ടാമത്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കണേ? പെൺകുട്ടികളുടെ എണ്ണം 900 എന്നാ പറഞ്ഞേ. അപ്പോൾ ഈ 3 ആണ് എന്ത്? 900 അല്ലേ. 3 ആണ് എന്ത്? 900. മനസ്സിലാവുന്നുണ്ടല്ലോ? 3 ആണ് എന്ത്? 900. പെൺകുട്ടികളുടെ എണ്ണമാണ് 900 എന്നാ പറഞ്ഞേക്കണേ. നമുക്ക് എന്താ വേണ്ടത്? ആൺകുട്ടികളുടെ എണ്ണമാണ് വേണ്ടത്. ഇത് 2 രീതിയിൽ ചെയ്യാം. എന്നാലും ഇപ്പോൾ ആ രീതിയിൽ നോക്കി നോക്കാം. നമുക്ക് എന്താ വേണ്ടത്? ആൺകുട്ടികളുടെ എണ്ണമാണ് വേണ്ടത്. എന്താ വേണ്ടത്? 2 ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ്? 2 ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 3 900 ആണെങ്കിൽ 1 എത്രയായിരിക്കും? ഒരു ഭാഗം എത്രയായിരിക്കും? 3 900. ഈ 3 1 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ 900ന് എന്ത് ചെയ്യണം? അപ്പോൾ 3 കൊണ്ട് തന്നെ ഹരിക്കണം. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 300 ആയിരിക്കും എന്ത്? 1 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ?
1 എന്ന് പറയുന്നത് എന്തായിരിക്കും 300 ആയിരിക്കും. എങ്കിൽ നോക്ക് നമുക്ക് വേണ്ടത് എന്താ? ആൺകുട്ടികളുടെ എണ്ണമാണ്. ആൺകുട്ടികൾ എത്രയാ? 2 അല്ലേ? അപ്പൊ ഈ 300 നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം 1 300 അപ്പൊ 2 എത്രയായിരിക്കും? 300 ഗുണിക്കണം 2 ആയിരിക്കും. നമ്മുടെ ഉത്തരം എത്രയാണ്? അപ്പോ 600 ആൺകുട്ടികൾ. മനസ്സിലായല്ലോ? ഇനി ഇത് നമുക്ക് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇതിന്റെ കൂട്ടത്തിൽ. ഇവിടെ വരെ പറഞ്ഞു 3 എന്ന് പറഞ്ഞാൽ 900 ആണെന്നുള്ള വരെ പറഞ്ഞല്ലോ. 3 900 ആണെന്നുള്ള പറഞ്ഞു. നമുക്ക് ഇനി വേണ്ട എന്താ? 2 എത്രയാണെന്നല്ലേ കാണേണ്ടത്. അപ്പൊ 2 എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കാണണം. ഓക്കെ ആണല്ലോ? 3 900 ആണ്. 2 എത്രയാന്ന് കാണണം. നമ്മൾ ലാഭവും നഷ്ടത്തിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെയ്യും ഇങ്ങനെ വരുമ്പോൾ? ക്രോസ് ഗുണിക്കുക. എന്ത് ചെയ്യേണ്ടത്? ക്രോസ് ഗുണിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 × 900 ഡിവൈഡഡ് ബൈ 3 സംഖ്യയില്ല, ആ സംഖ്യയാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ആ 3. അപ്പൊ ഇത് വെട്ടിയാൽ എത്ര കിട്ടുക? 300 കിട്ടില്ലേ? ഇപ്പോഴും 2 × 300 എത്രയാണ്? 600. ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഈ മെത്തേഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മളിതിൻ്റെ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ശരിക്കും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും അല്ലേ? അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? 3 ഭാഗം എന്ന് പറയുന്നത് 900 ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ആദ്യം കാണുക. എത്രയാ? അപ്പോൾ 900 3 കൊണ്ട് ഹരിച്ചാൽ മതി, 300 എന്ന് കിട്ടി. പിന്നെ നമുക്ക് 2 ഭാഗമാണ് കിട്ടേണ്ടത്, ആൺകുട്ടികളുടെയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 300 × 2 ചെയ്തു. ഇനിയിപ്പോൾ മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണേന്നു? ഈ 3ഉം 2ഉം കൂട്ടുന്നു, 5 × 300 ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇത് നല്ലൊരു ചോദ്യമാണ്, നോക്കണം. 1/9 1/10 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. 1/9 1/10 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് എങ്ങനെയാ? 1/9 1/10 ഇടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ പറഞ്ഞാൽ സിമ്പിൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ ഷോർട്ട് കട്ട് എന്താ പറയൂ? മേലെ കൂട്ടുക. സാധാരണ കൂട്ടാൻ പാടില്ല, പക്ഷെ ഇത് ഷോർട്ട് കട്ടാ. എന്താ? നേരെ കൂട്ടുക. എത്രയാ? മേലെ ഒന്നും കൂട്ടി 2, താഴെയും കൂട്ടി എത്രയാ? 19. 2/19 അതിനിടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ്. മനസ്സിലായല്ലോ? എന്താ ചെയ്തത്? നേരെ കൂട്ടി. ഇത് അംശം കൂട്ടി ഛേദവും കൂട്ടി. അപ്പൊ എന്ത് കിട്ടി? 2/19 എന്ന് കിട്ടി. അതെന്താണ്? അതിൻ്റെ ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ്. നേരെ പോയിട്ട് 2/19 കറപ്പിച്ചിട്ട് വരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം ഓപ്ഷൻ ഡി ശ്രദ്ധിക്കണം. ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കാണുന്നുണ്ടല്ലോ? ഇവയെല്ലാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്, അപ്പം നിർത്തരുത് കേട്ടോ. അപ്പം നമ്മൾ നോക്കുക. അപ്പോൾ എനിക്ക് 2/19 നേരെ അടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു ഓപ്ഷൻ ഇവയെല്ലാം എന്ന് കണ്ടതുകൊണ്ട് ഞാൻ അടുത്ത ഓപ്ഷനെയും കൂടി കൺസിഡർ ചെയ്യണം. ഇനി നിങ്ങൾ നോക്കുക, ഇനി ഏത് സംഖ്യ വരാം? ഹരിച്ച് ചെയ്യാനൊന്നും വേണ്ട. എന്ത് ചെയ്യാന്നറിയോ? ഈ 2/19 ഇല്ലേ, അതിൻ്റെ കൂടെ ഈ 1/9 നോക്കുക. 1/9 നോക്കുക. എന്ത് ചെയ്യാ? നേരെ കൂട്ടിക്കോ. 3 നേരെ കൂട്ടിക്കോ. എത്രയാ? 19 9 28. 3/28. അതും ഇതിനിടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. അപ്പൊ നോക്കുക, അതേതാ? ഇതാക്കുന്നത് ഓപ്ഷൻ ബിയും പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ ഇവയെല്ലാം കുത്തണമെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇടയിലുള്ള ഒരു സംഖ്യ നോക്കാലോ. അതേതാന്ന് നോക്കാം. ഇതാക്കുന്നത് ഈ 3/29 കൂടിയും വരുമല്ലോ. അപ്പൊ അതെങ്ങനെ വരുന്നത് നോക്കാലോ. ഇതാക്കുന്നത് നമ്മളിവിടെ എവിടെ എത്തി? ഈ 2/19 ഇല്ലേ, 2/19 ഇത് എടുത്തേക്കണേ. ഇത് രണ്ടും ചെയ്തിട്ടുള്ളേ അതിനോടെ പറ്റുള്ളൂ കേട്ടോ. അതിനോട് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ ആദ്യത്തെ 1/9 കൂട്ടി നോക്കി. ഇനി ഇതാക്കുന്നു 1/10 ചെയ്ത് നോക്കി. അപ്പൊ എത്രയാ? 1ഉം 2ഉം 3, താഴെ 19ഉം 10ഉം 29. 3/29 വന്നു. അതും എടുക്കാം. അപ്പൊ പല കേസുകളിലും നേരെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1/9 1/10 ഇതിനിടയിലുള്ള ഭിന്നസംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ ഈ 2/19 ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? 2/19 ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 കൂട്ടി 2 ഡിവൈഡഡ് ബൈ 19. ഇവിടെ എത്തിയിട്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ നിൽക്കും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് കിട്ടിയ 2/19 ഇല്ലേ? ഇപ്പം കിട്ടിയ 2/19 ഇല്ലേ? അതിനോട് നമ്മുടെ ആദ്യത്തെ സംഖ്യ കൂട്ടി നോക്കുക. 1/9. അത് കൂട്ടിയാൽ എത്ര കിട്ടുക? നേരെ കൂട്ടണേ. സംഖ്യ ആഡ് ചെയ്യാനല്ല, സാധാ ഭിന്നസംഖ്യയുടെ അഡീഷൻ അല്ല കേട്ടോ.
എന്ത് ചെയ്യണം? അംശം കൂട്ടണം, ഛേദം കൂട്ടണം. ട്രിക്കാണേ. അപ്പോൾ എത്രയാ? 3/28 കിട്ടുക. അപ്പോൾ അത് ഓപ്ഷനിൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇത് കിട്ടി ഇല്ല, 2/19 ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 2.1 ഹരിക്കണം 0.07. ഞാനൊന്ന് എഴുതാം. 2.1 ഹരിക്കണം 0.07. ഇതെങ്ങനെ ചെയ്യാം? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ മെത്തേഡ് നോക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഇപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുമെന്ന് അറിയോ? ഈ സംഖ്യകൾ അതേപോലെ എടുത്ത് എഴുതാൻ പോവാം. 21/7 എന്ന് എഴുതാൻ പോവാം. ഞാൻ ആദ്യം എന്താ ചെയ്തത്? 21/7 എന്ന് എഴുതി. ഇനി അതിന് ശേഷം ഈ 2.1 21 എഴുതി, 0.07 ഞാൻ എന്താ എഴുതി? 7 എന്ന് എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോ. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ? ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളാ? 1 ആണുള്ളത് അല്ലേ? 1 ആണുള്ളത്. താഴെ എത്ര ദശാംശ സ്ഥാനങ്ങളാ? 1 2 ദശാംശ സ്ഥാനങ്ങളുണ്ടല്ലോ താഴെ. അപ്പൊ എവിടെ കുറവുള്ളത്? കുറവ് എവിടെയാ? മേലെയാണ് കുറവുള്ളത് അല്ലേ? എത്ര ദശാംശ സ്ഥാനം കുറവുണ്ട്? 1 ദശാംശ സ്ഥാനം കുറവ്. 2 1 പോയാൽ 1 കുറവ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താ പറഞ്ഞത്? ഒരു തവണ കൂടി പറയാം. മേലെ 1 ദശാംശ സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടേക്കണേ. താഴെ 2 ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ. മനസ്സിലാവുന്നുണ്ടല്ലോ? എവിടെയാണ് കുറവുള്ളത്? ഹരിക്കാൻ പറയുന്നതുകൊണ്ട് എവിടെയാണ് കുറവുള്ളത് നോക്കുക. എവിടെ കുറവുള്ളത്? മേലെയാണ് കുറവുള്ളത്. അപ്പൊ താഴെ മേലെയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ദശാംശ സ്ഥാനങ്ങൾ തമ്മിൽ? ഇവിടെ 2 മേലെ 1. അപ്പൊ എത്ര വ്യത്യാസമുണ്ട്? 1 വ്യത്യാസം. 1 വ്യത്യാസം. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ കുറവുള്ള ഭാഗം ഏതാ? മേലെ അല്ലേ? മേലെയല്ലേ കുറവുള്ളത്? അതിനോട് 10 കൊണ്ട് ഗുണിക്കുക. ഈ 10 വരുന്ന എന്താ? ഇവിടെ വ്യത്യാസം എത്രയാ? 1. അപ്പൊ 1 0. ഈ 1 ഇട്ടിട്ട് 1 0. ഇപ്പൊ 2 വ്യത്യാസം വെച്ചാൽ എന്ത് ചെയ്തേനെ? 2 0 വന്നേനെ, 100 ആയേനെ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 1 0, ഒരു ദശാംശ സ്ഥാനമാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് കുറവുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം? 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇനി ഇത് ഗുണിച്ചാലോ? 3 7 21. 3 × 10 എത്രയാ? 30 30 നമ്മുടെ ഉത്തരം. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? എങ്കിൽ ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കി. ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ ഇട്ടുതരാം. 1.44 ഡിവൈഡഡ് ബൈ 0.0012. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ സെയിം മെത്തേഡ് നോക്ക്. 144 ഞാൻ മേലെ എഴുതി. ഇനി താഴെ ഞാൻ എന്ത് എഴുതി? 12 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുന്നു എന്നറിയോ? ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 1 2. താഴെയോ? 1 2 3 4 സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ടേക്കണേ? മേലെ 2. അപ്പൊ എവിടെ കുറവുള്ളത്? മേലെയാണ് കുറവുള്ളത്. അപ്പൊ മേലെ ഞാൻ ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ എത്ര കുറവുണ്ട്? ഇവിടെ 4, അവിടെ 2. 4ന്ന് 2 പോലെ എത്രയാ? 2 കുറവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 2 0 വേണ്ടേ? 2 0 ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ 12 144 വെട്ടിയാൽ 12. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 1200. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ ഇതിന്റെ വേറെ മോഡൽ വേണോ? വേറൊരു ചോദ്യം കൂടിയും പറയാം. എങ്കിൽ ഇതിൽ ഈ ഒരു മോഡൽ നോക്ക്. 0.144 ഡിവൈഡഡ് ബൈ 0.12. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലെ? ഈ ചോദ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ആ സംഖ്യകൾ അതേപോലെ എടുത്തെഴുതാണല്ലോ. 144/12 അതേപോലെ എടുത്തെഴുതി. ഇനി ഞാൻ നോക്കുക എവിടെയാ കുറവ് സംഖ്യ ദശാംശ സ്ഥാനങ്ങളുള്ളത്? മേലെ 3 ഉണ്ട്. 1 2 3. താഴെ എത്രയുണ്ട്? 1 2 ഉള്ളൂ. അപ്പൊ എവിടെ കുറവ്? താഴെ കുറവ്. അപ്പൊ താഴെയാണ് ഞാൻ ഗുണിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഇനി നോക്ക് എത്ര കുറവാ? 3 ഇവിടെ. താഴെ എത്രയാണ്? 2 കുറവുള്ളത്. സോറി, 3 താഴെ 2. അപ്പൊ എത്ര കുറവുള്ളത്? 3 2 ആയാലും 1 കുറവുള്ളത്. അപ്പൊ എത്ര 0 വേണം? 1 0 മതി അല്ലേ? അപ്പൊ 10. ഓക്കെ ആണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് വെട്ടി ചെറുതാക്കാലോ. 144 12 വെട്ടിയാൽ എത്ര കിട്ടുക? 12 കിട്ടുക. 12 × 12 അല്ലേ 144. അപ്പൊ അത് വെട്ടി 12/10 എന്ന് കിട്ടി. 12/10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. 12/10. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ അതേപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. എവിടെ നിന്നാണ് സ്ഥാനം മാറ്റുന്നത്? ഈ ലെഫ്റ്റിൽ നിന്നാണ് ഇടുന്നത് കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടുന്നത്. മറക്കല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഉത്തരം 1.2. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഒറ്റ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു അല്ലേ? എങ്കിൽ അടുത്ത മോഡൽ നോക്കാം.
അടുത്ത ചോദ്യം നോക്ക്. ഒരു സംഖ്യയുടെ 70% 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 70% എന്താണ് 270 എന്ന് പറഞ്ഞ സംഖ്യ കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കണത്? അതേ സംഖ്യ എത്രയായിരിക്കും? അപ്പോൾ 100% അല്ലേ? നിങ്ങളൊരു കോമൺ സെൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. 70% ഇത്ര കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്കിയുള്ള 30% ആയിരിക്കും അല്ലേ? 30% ആയിരിക്കും എന്ത്? ഈ തന്നേക്കുന്ന 370 എന്ന് പറയുന്ന സംഖ്യ അല്ലേ? നമ്മളിനി കാണേണ്ടത് എന്താ? അതേ സംഖ്യ ഏത്? കാണേണ്ടത് എന്താ? സംഖ്യയാണ്. സംഖ്യ എത്രയായിരിക്കും? സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100% ആയിരിക്കും സംഖ്യ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു സംഖ്യയുടെ 70% 270 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും. ആ സംഖ്യ എത്രയാണ്? എപ്പോഴും 100% അല്ലേ ആ സംഖ്യ ആവേണ്ടത്? 100% എന്ന് പറഞ്ഞാൽ 100/100 ഇൻറ്റു എക്സ്, അതാണ് ആ സംഖ്യ. അപ്പോൾ എന്താണ്? ഇത് വെട്ടിപ്പോയ എക്സ്. അപ്പോൾ അതന്നെയാണ് ഈ 100% എന്ന് പറയുന്നതും അല്ലേ? അപ്പോൾ ഈ 100% എന്ത്? ഈ 70% 270 കൂട്ടിയാൽ കിട്ടേണ്ടത്. അപ്പോൾ അതായത് ഇതിനർത്ഥമാക്കുന്നത്, ഇതിങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഒരു സംഖ്യയുടെ 70% ഇത്ര കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 100-70 കുറച്ചാൽ എത്രയാ? 30 ആ 30% ആയിരിക്കും 270 നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ 50% 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്താ? 100-50 കുറയ്ക്കുക 50, ആ 50% 270 എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്ക്, ഇവിടെ എത്ര? 70% അപ്പോൾ അതിനോട് 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? 100-70 കുറയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള 30% എന്ത്? ഈ 270 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയണം എന്ത്? 100% ആണ് നമ്മുടെ സംഖ്യ എന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. 100% ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ അത് നമ്മൾ കാണണം. ഇതെങ്ങനെ കാണും? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്ക്, 100 ഗുണിക്കണം 270. അപ്പോൾ 270 ഗുണിക്കണം 100 ഡിവൈഡഡ് ബൈ ഏതാ? 30. ഡിവൈഡഡ് ബൈ 30. ഈ 0 പോയി. ഇപ്പോൾ 3 27. എത്ര കിട്ടുക? അപ്പോൾ 900 എന്ന് കിട്ടും. 900 ആണ് എന്ത്? നമ്മുടെ സംഖ്യ. സിമ്പിൾ ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് 7:3 എന്ന അനുപാതത്തിലാണ്. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36 ആയാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എന്താ പറഞ്ഞേക്കണേ? അച്ഛൻ, മകൻ. നമ്മളിങ്ങനെ വന്നിങ്ങനെ എഴുതാറാണ് അല്ലേ പതിവ്? അച്ഛൻ്റെ എന്താ? 7:3 ആണ് റേഷ്യോ എന്നാണ് പറഞ്ഞേക്കണേ. 7:3 ആണ് റേഷ്യോ എന്നാണ് പറഞ്ഞേക്കണേ. ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 36. എന്താ പറഞ്ഞത്? വ്യത്യാസം 36 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ വ്യത്യാസം അങ്ങ് എടുത്തോ. 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തോ. എത്രയാ? ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. വ്യത്യാസം 36 ആണെന്നുണ്ടെങ്കിൽ 7ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തോ. എത്രയാ? 4. അതാണ് എന്ത്? 36. 4 36. നമുക്ക് എന്താ വേണ്ടത്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് വേണ്ടത്. അതെത്രയാ? 3 അല്ലേ? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്താ? 3. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? 3 ആണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെ എഴുതിക്കൂടെ? വേറെ രീതിയിലും ചെയ്യാം, പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഈ 3 ഇതിലുള്ളതും കാണണ്ടേ? വേണ്ടേ? ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ഒരാളും കൂടി പറയാം. വ്യത്യാസമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. വ്യത്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 36 തന്നിട്ടുള്ളത്. ഈ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള അനുപാതങ്ങളുടെ വ്യത്യാസം എടുക്കുക. 7:3. അതിൻ്റെ വ്യത്യാസം എത്രയാ? 4. അതാണ് എന്ത്? 36 എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാ. അത് ഈ 3 അല്ലേ? അപ്പോൾ ആ 3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ഗുണിക്കും. ക്രോസ് ഗുണിച്ചാൽ 3 × 36. ഇവിടെ ആളുണ്ടോ? 4 ഗുണിക്കാൻ ആളുണ്ടോ? അയാളെയാണ് കാണണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 4. വെട്ടി ചെറുതാക്കാലോ. 9 × 4 36. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 3 × 9. 3 × 9 എത്രയാ? 27. മകൻ്റെ പ്രായം എത്രയാണ്? അപ്പോൾ ഓപ്ഷൻ ബി 27. സിമ്പിൾ ചോദ്യമല്ലേ?
അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ മോഡൽ ഈ സെയിം സാധനം കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അതെ അടുത്തൊരു ചോദ്യം നോക്ക്. 300 മീറ്റർ നീളമുള്ള ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് 500 മീറ്റർ നീളമുള്ള പാലം കടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രെയിനിൻ്റെ വേഗത കാണാനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? വേഗത കാണാൻ എന്തായിരുന്നു കോഡ്? എന്തായിരുന്നു? DST എന്നുള്ളതായിരുന്നു നമ്മുടെ കോഡ്. D ഡിസ്റ്റൻസ് ദൂരം, S എന്ന് പറഞ്ഞാൽ സ്പീഡ്, T എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ നമുക്ക് കാണേണ്ട എന്താ? സ്പീഡാണ് കാണേണ്ടത് അല്ലെ? സ്പീഡാണ് നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? D എന്താ? ഡിസ്റ്റൻസ് ബൈ ഇതായി വരാം ബൈ ഡിവൈഡഡ് ബൈ T ടൈം. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? വേഗത സമം എന്താണ്? ദൂരം ബൈ സമയമാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൂരം എന്ന് പറയുന്നത് 300 മീറ്റർ ആണോ 500 മീറ്റർ ആണോ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 ദൂരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് തുരങ്കത്തിൻ്റെ നീളം, അങ്ങനെ എടുക്കണം. അപ്പോൾ നോക്ക്, ഇവിടെ 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 500 മീറ്റർ നീളമുള്ള ഒരു പാലത്തിൻ്റെ മേലെ കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൂരം എന്തായിരിക്കും? 300 പ്ലസ് 500. അതിലൊരു വ്യത്യാസമില്ല, അവിടെ കൂട്ടൽ മാത്രമേ ഉള്ളൂ, കുറയ്ക്കലില്ല. ഓക്കെ, കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, കൂട്ടൽ മാത്രമേ ഉള്ളൂ. ഇനി എന്താ? ഡിവൈഡഡ് ബൈ സമയം എത്രയാ? 30 സെക്കൻഡാ. ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്താ? 300 മീറ്റർ 500 മീറ്ററാ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തിൽ തന്നെ ആയിരിക്കും? മീറ്റർ തന്നെ ആയിരിക്കും. 800 മീറ്റർ തന്നെ ആയിരിക്കും. ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ ഉത്തരം കിട്ടുക. ഇത് ഞാൻ ബാക്കി ചെയ്യാത്തത് ഇനി നമുക്കൊരു പരിപാടിയും കൂടി ചെയ്താൽ പെട്ടെന്ന് ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയപ്പോൾ ഒക്കെ എന്താ? കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി എന്ത്? ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം എന്ന് മനസ്സിലായി അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം? 18/5 കൊണ്ട് ഗുണിക്കണം. വേണ്ടേ? ചെയ്യാലോ. ഇനി ഈ 0 വെട്ടിപ്പോവാലോ. ഈ 0 വെട്ടിപ്പോയി. ഈ 18 ഈ 3 വെട്ടാം. എത്രയാ? 3 6 18. അപ്പോൾ ഇവിടെ ഒന്നുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80നെ 5 കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരിക? 80നെ 5 കൊണ്ട് വെട്ടാം. എത്ര 5 ഉണ്ട്? ഇവിടെ ഒരു 5 ഉള്ളൂ. ഇവിടെ എത്ര? 80ൽ എത്ര 5 ഉണ്ട്? 16 5കളുണ്ട്. അപ്പോൾ 16 × 6 എന്നായി. 16 × 6 എത്രയാ? 96 കിലോമീറ്റർ പെർ അവറിൽ നമ്മൾക്ക് ഉത്തരം കിട്ടിയോ? ഇവിടെ വരെ നിങ്ങൾക്ക് കിട്ടും, എനിക്കറിയാം. ഇനി ഇത് ചെയ്ത് 800/300 എന്ത് ചെയ്യും? നമ്മൾ 800/30 എന്ത് ചെയ്യും? വെട്ടി ചെറുതാക്കി 80/3 ചെയ്യാൻ നിൽക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്യുക? × 18/5 അവിടെ തന്നെ ചെയ്യാം. ലാസ്റ്റിക്ക് കൊണ്ടുവരണ്ട, അവിടെ തന്നെ ചെയ്യാം. നമുക്കറിയാം 800നെ 300 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്ന് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ? അപ്പം തന്നെ എന്ത് ചെയ്യുക? ഇവിടെ ഇതിനെ 18/5 കൊണ്ട് ഗുണിക്കാനാണെന്ന് മനസ്സിലാക്കിക്കോ. എന്നാലേ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഖ്യകൾ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം 96 കിലോമീറ്റർ പെർ അവർ കണ്ടുപിടിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. നല്ല ചോദ്യമാണ് കേട്ടോ. ബോർഡ് മാസത്തെ ചോദ്യമാണ്. കണ്ട പക്ഷെ മനസ്സിലാവില്ല ബോർഡ് മാസമാണെന്നല്ലേ. 5 + 5 + 5 ഹരിക്കണം 5 ഡിവൈഡഡ് ബൈ 6 + 6 + 6 ഹരിക്കണം 6. അപ്പോൾ ഇതൊന്ന് ഞാൻ എഴുതാം. 5 + 5 + 5 ഹരിക്കണം 5 ഡിവൈഡഡ് ബൈ 6 + 6 + 6 ഹരിക്കണം 6. എങ്ങനെ ചെയ്യും? ബോർഡ് മാസം അറിയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. ബോർഡ് മാസിൻ്റെ ആദ്യം B എന്താ? ബ്രാക്കറ്റ് അല്ലേ? അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുക. 5 + 5 + 5 എത്രയാ? 15/5 ഡിവൈഡഡ് ബൈ ഇവിടെ 6 + 6 + 6 എത്രയാ? 18 ഡിവൈഡഡ് ബൈ 6. നേരെ ഹരിച്ചോ. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. 18നെ 6 കൊണ്ട് ഹരിച്ചാലും 3 ആണ്. 3/3 എന്ത് ചെയ്യും? വെട്ടിപ്പോയ എത്രയാണ്? 1 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ B 1 ആണ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്കറിയാം. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16ാമതും
മുന്നിന്ന് 16-മതും പിറകിൽ നിന്ന് 10-മതുമാണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? മുന്നിന്ന് എത്രയാണ്? 16. പിറകുന്ന് എത്രയാണ്? 10 അല്ലേ? അപ്പൊ ഇനി ആകെ ആളുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? ഈ 16ഉം 10ഉം കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യണം? കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കണം. നമ്മുടെ ഉത്തരം അപ്പം എന്തായിരിക്കും? 25. എന്താ ചെയ്യുന്നത്? 16ഉം 10ഉം കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഉത്തരം 25. മനസ്സിലായല്ലോ? ഉത്തരം ഓപ്ഷൻ ബി 25. മനസ്സിലായല്ലോ? ഇത് നമ്മൾ കുറേ ചെയ്ത ചോദ്യമാണ് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഇപ്പോൾ മാധവന് 15ഉം രുക്മിണിക്ക് 8ഉം വയസ്സാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകളുടെ തുക 35 ആവുക? സിമ്പിൾ ചോദ്യമാണ് കാണുമ്പോൾ അല്ലേ? നോക്കാലോ. 15ഉം 8ഉം വയസ്സുകളാണ് മാധവനും രുക്മിണിക്കും ഉള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ തുകയൊന്ന് കാണാം. അപ്പം 15ഉം 8ഉം കൂട്ടിയാൽ ഇവരുടെ വയസ്സുകളുടെ തുക കിട്ടുമല്ലോ ഇപ്പോഴത്തെ. അതെത്രയാ? 15ഉം 8ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 23 കിട്ടുക അല്ലേ? 23 കിട്ടുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താ? ഇവരുടെ വയസ്സുകളുടെ തുക 35 എന്നാവും എന്നാ ചോദിച്ചേക്കണേ അല്ലെ? എത്ര വർഷം കഴിഞ്ഞാലാവും എന്നാ ചോദിച്ചേക്കണേ. ഇപ്പൊ കിട്ടുന്നത് 23. 35 കൊല്ലം കഴിഞ്ഞാൽ എത്രയാവും എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? ആദ്യം 35 ഈ 23 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കിയപ്പോൾ 12 ഇല്ല. കൺഫ്യൂഷനായി. ഇത് കിട്ടൂലല്ലോ, ഉത്തരമല്ലല്ലോ, അറിയണൊരു ചോദ്യം പോയല്ലോ എന്ന് അല്ലേ? പക്ഷേ 12 ഇതിൻ്റെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആ മാർക്ക് പോയി നോക്കിയാൽ മതി. അതല്ല ചെയ്യേണ്ടത്. കാരണം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? 2 പേർക്കും ഓരോ വയസ്സുകൾ വെച്ചാൽ കൂടുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു വ്യത്യാസം കണ്ടതിന് ശേഷം അതിൻ്റെ പകുതി എടുക്കണം. എത്രയാ അപ്പോൾ ഉത്തരം വരിക? 6 ഉത്തരം വരിക അല്ലേ? പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞത്? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവരുടെ വയസ്സുകളുടെ തുക 15ഉം 8ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വയസ്സുകൾ 15ഉം 8ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യും വയസ്സുകളുടെ തുക ഇപ്പോഴത്തെ കണ്ടു 23. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? 35 ആവാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ 35 23 കുറയ്ക്കുക. അപ്പം നമുക്ക് 12 എന്ന് കിട്ടി. 12 എന്താണ്? 2 പേരുടെയും വയസ്സുകളുടെ തുകയാണ് അല്ലേ? അതായത് 6 വർഷം പോട്ടെ. 1 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം മാധവൻ 1 വയസ്സ് കൂടും. അതുപോലെ തന്നെ രുക്മിണിക്ക് 1 വയസ്സ് കൂടും ഇല്ലേ? അടുത്ത വർഷമാണെന്നുണ്ടെങ്കിൽ മാധവന് പിന്നെ 1 വയസ്സ് കൂടും, രുക്മിണിക്ക് പിന്നെ 1 വയസ്സ് കൂടും ഇല്ലേ? അപ്പം അതിനർത്ഥം നമുക്ക് നേരെ 2 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം 2 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 1 2 3 4 വർഷം എക്സ്ട്രാ വന്നു, 4 വയസ്സ് എക്സ്ട്രാ വന്നോ? അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ 2 കൊണ്ട് ഹരിക്കണത്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് എഴുതാം? 12/2 6 ആയിരിക്കും. 6 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 35 ആവുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ക്ലോക്കിൽ 4 മണി അടിക്കാൻ 6 സെക്കൻഡ് എടുക്കും എന്നാ പറഞ്ഞത്. 4 മണി അടിക്കാൻ 6 സെക്കൻഡ്. ഓക്കെ. 4 മണി അടിക്കാൻ 6 സെക്കൻഡ് എടുക്കും. എങ്കിൽ എന്താണ്? 8 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 4 മണി അടിക്കാൻ 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു മണി അടിച്ചതിന് ശേഷം അല്ലേ നമ്മൾ സമയം കണക്കാക്കാൻ പോവുള്ളൂ. അപ്പോൾ എത്ര ഉണ്ടാവും? 1 2 3 4. ഈ 4 മണി അടിക്കാൻ 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ മണി ആദ്യം അടിച്ചു. അപ്പോൾ ഇൻ്റർവെൽസ് 1 2 3. ആ 3 എണ്ണത്തിൻ്റെ സമയമാണ് 3 ഇൻ്റർവെൽസിൻ്റെ സമയമാണ് ഈ 8 സെക്കൻഡ് എന്ന് 6 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സമയം 6 അല്ലേ? അതിനെന്തുകൊണ്ട് ഹരിക്കുക? ഈ 4 മണി അടിക്കാനല്ലേ പറഞ്ഞേ? അപ്പോൾ ഇതിന്ന് 1 കുറയ്ക്കുക. ഇതിന്ന് 1 കുറയ്ക്കുക. എത്ര? 4 മൈനസ് 1. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ? എങ്ങനെയാണ്? ആദ്യം ബെല്ലടിക്കുന്നുണ്ട്, അതിന് ശേഷമാണ് പിന്നെ 2 3 അടിക്കണത്. 1 2 3 4 അടിക്കണം. അങ്ങനെയാണ്.
അപ്പോൾ എന്താണ് ഇവിടെ 3 ഇൻ്റർവെല്ലുള്ളൂ, 3 ഇൻ്റർവെല്ലുള്ളൂ. ആ 3 ഇൻ്റർവെല്ലിൻ്റെ സമയമാണ്, ആ ഗ്യാപ്പിൻ്റെ സമയമാണ് എന്ത് ഈ 6 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഇൻ്റർവെൽസ് ഉണ്ടാവുന്നുണ്ട്? 4 മണി അടിക്കുമ്പോൾ 1 കുറയ്ക്കുക, 3 ഇൻ്റർവെൽസ് ഉണ്ടാവുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ 3, അപ്പോൾ അത് എത്ര കിട്ടുക? 2 എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയം 2 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് 8 മണി അടിക്കാനല്ലേ? അപ്പോൾ 8 മണി അടിക്കാൻ എത്ര ഇൻ്റർവെല്ല് ഉണ്ടാവും? 8ന്ന് 1 കുറയ്ക്കുക അല്ലേ? 7 ഇൻ്റർവെല്ലുള്ളൂ. 7 ഇൻ്റർവെല്ലുള്ളൂ. ഇങ്ങനെ 8 ആണ്. 1 2 3 4 5 6 7 8 8 എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം അടിച്ചു. അപ്പോൾ 1 2 3 4 5 6 7 ഇൻ്റർവെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 കുറച്ചാൽ മതി. അത് മനസ്സിലാക്കിയാൽ മതി. ഈ മണി ഉണ്ടല്ലോ, 4 മണി അടിക്കാൻ 8 മണി അടിക്കാൻ എന്നൊക്കെ പറയില്ലേ, അതിന്ന് ആദ്യം തന്നെ 1 കുറച്ചെഴുതുക. അപ്പോൾ 3 7 കിട്ടിയാലോ? എന്നിട്ട് എന്ത് ചെയ്യുക? 6 സെക്കൻഡ് എടുക്കും എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ 6നെ 3 കൊണ്ട് അടിച്ചാൽ 2 എന്ന് കിട്ടി. ആ 2ന് എന്ത് ചെയ്യുക? ഈ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. 8ന്ന് 1 കുറച്ച് 7 കൊണ്ട് ഗുണിച്ചാൽ മതി, 2 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 14 സെക്കൻഡ്. അതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇതാകുന്ന അടുത്ത ചോദ്യം ഭിന്നസംഖ്യയും വർഗ്ഗമൂലവും കൂട്ടിയിട്ടുള്ള ഒരു ചോദ്യം. 19/16 വർഗ്ഗമൂലം. ചോദ്യം ഇങ്ങനെയാണ്: 19/16 വർഗ്ഗമൂലം ഏത് എന്നാണ് ചോദിക്കണേ. വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ എടുക്കാൻ പറ്റുമോ? 1ന്റെ റൂട്ട് 1, 9ന്റെ റൂട്ട് 3, 16ന്റെ റൂട്ട് 4 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു മിശ്ര ഭിന്നമാണ്. അതിനൊരു വിഷമ ഭിന്നമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ 16 × 1 എത്രയാ? 16 × 1 16 പ്ലസ് ഈ 9 ഡിവൈഡഡ് ബൈ 16. ആ രീതിയിലേക്ക് അതിനെ മാറ്റണ്ടേ? വേണം. അപ്പോൾ എത്രയായി? 16 + 9 25 ഡിവൈഡഡ് ബൈ 16. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ വർഗ്ഗമൂലമാണ് കാണേണ്ടത്. 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 25ൻ്റെ എത്രയാ? 5. 16ൻ്റെ എത്രയാ? 4. നമ്മുടെ ഉത്തരം അപ്പോൾ എത്രയായിരിക്കും? 5/4. നമ്മുടെ ഓപ്ഷനിലുണ്ട് 5/4 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏത് എന്നാണ് അല്ലേ? 2011 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ 2011 എന്ത് ചെയ്യും? 4 കൊണ്ട് ഹരിക്കും. 2011 എന്ത് ചെയ്യും? 4 കൊണ്ട് ഹരിക്കും. അപ്പോൾ ഹരിച്ചു കഴിഞ്ഞാൽ 2011 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? I 4 20. ഇവിടെ 0 വന്നു അല്ലേ? ഇനി അപ്പോൾ എന്ത് ചെയ്യാം? ഈ 1 ഇറക്കി എഴുതി. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു 1 ഇറക്കി എഴുതി. ഇനി എത്രയാ? 2 4 8 അല്ലേ? ശിഷ്ടം എത്ര കിട്ടി? 3. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ ലാസ്റ്റത്തെ 2 സംഖ്യേനെ 4 കൊണ്ട് ഹരിച്ചാലും മതി കേട്ടോ. 11 മാത്രം എടുത്തിട്ട് 4 കൊണ്ട് ഹരിച്ചാലും മതി. നമുക്ക് ശിഷ്ടം കിട്ടുന്ന സംഖ്യ എത്രയാ? 3. അതിനാണ് ഇവിടെ പ്രസക്തി. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കുക. ഏതാണ്? കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതെന്നാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള വർഷത്തെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ആ ശിഷ്ടം കിട്ടിയത് എത്രയാണോ അതിനെ നോക്കുക. എത്ര ഇവിടെ കിട്ടിയേക്കണേ? 3 ആണല്ലോ. ശിഷ്ടം 3 ആണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? തന്നേക്കുന്നതിനോട് 11 കൂട്ടിയാൽ മതി. എന്താ പറഞ്ഞത്? ശിഷ്ടം 3 ആണെങ്കിൽ തന്നേക്കുന്ന വർഷത്തോട് എന്ത് ചെയ്യുക? 11 കൂട്ടുക. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കും? 2011 എന്ത് ചെയ്താൽ മതി? 11 കൂട്ടിയാൽ മതി. നമ്മുടെ ഉത്തരം 2022 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനിയെങ്കിൽ നമുക്ക് ശിഷ്ടം കിട്ടുന്നത് 1 ആണെങ്കിലോ? ശിഷ്ടം എന്താണ്? 1 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടിയാൽ മതി. നമുക്കിവിടെ ശിഷ്ടം 3 അല്ല 1 ആണ് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ സംഖ്യ 2011 ആണെങ്കിൽ അതിനോട് 6 കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ ശിഷ്ടം 2 ആണെങ്കിൽ എന്ത് ചെയ്യുക? 11 തന്നെ കൂട്ടുക. അപ്പം ഇന്ന് എന്ത് പഠിച്ചു? ശിഷ്ടം 1, അതായത് തന്നേക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിച്ചതിന് ശേഷം ശിഷ്ടം കിട്ടുന്ന സംഖ്യ 1 ആണെങ്കിൽ
6 കൂട്ടുക. തന്നിരിക്കുന്ന വർഷത്തോട് 6 കൂട്ടുക. ഇനിയിപ്പോൾ ശിഷ്ടം 2ഓ 3ഓ ആണെങ്കിൽ എന്ത് ചെയ്യുക? 11 കൂട്ടുക. ഇനി അപ്പോൾ ശിഷ്ടം ഒന്നും കിട്ടുന്നില്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിലോ? ശിഷ്ടം ഒന്നും കിട്ടുന്നില്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ, അതായത് ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ശിഷ്ടം 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശിഷ്ടം 0 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? അതായത് അതിവർഷങ്ങളിൽ എന്ത് ചെയ്യും? 28 കൂട്ടണം. എന്ത് ചെയ്യണം? 28 കൂട്ടണം. തന്നിരിക്കുന്ന സംഖ്യയോട് 28 കൂട്ടണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 കലണ്ടർ ഇനി എന്ന് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 24 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? അപ്പോൾ അതൊരു അതിവർഷമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? 24നോട് എന്ത് ചെയ്യുക? 28 കൂട്ടുക. 2024നോട് 28 കൂട്ടുക. നമ്മുടെ ഉത്തരം കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ക്ലോക്കിലെ സമയം 6:10 ആണെങ്കിൽ കണ്ണാടിയിൽ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്ത്? ചോദ്യം പറഞ്ഞേക്കണം നോക്കൂ. ഒരു ക്ലോക്കിലെ സമയം 6:10 ആണെങ്കിൽ കണ്ണാടിയിൽ പ്രതിബിംബം കാണിക്കുന്ന പ്രതിബിംബമാണ് കണ്ണാടിയിൽ കാണിക്കുന്ന സമയം എന്താണ്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോമൺ സെൻസ് വേണ്ട, നമുക്ക് ഈ ചോദ്യം ചെയ്യാം. എന്ത് ചെയ്താൽ മതി? മാത്സ് ചെയ്യാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചെറിയ സാധനം പഠിച്ചാൽ മതി. എന്ത് ചെയ്യാം? 6:10 അല്ലേ? 11ന് താഴെയുള്ള സംഖ്യകളാണെങ്കിൽ, 11 മണിക്ക് താഴെയുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. എന്ത് ചെയ്യാം? 11:60 നിന്ന് നമുക്ക് തന്നേക്കുന്ന സംഖ്യ 6:10 അല്ലേ, അതങ്ങ് കുറച്ചാൽ മതി. 11ന് താഴെയുള്ള സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11ന് താഴെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് ആ സംഖ്യയും കുറച്ചാൽ മതി. ഇപ്പോൾ 11ന് താഴെയല്ലേ 6:10 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 11:60 നിന്ന്, ഈ 11:60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 12 മണി തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? നേരെ 12 മണി എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 11:60 ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ 11:60 നിന്ന് 6:10 കുറയ്ക്കുക. 60 നിന്ന് 10 പോയാൽ എത്രയാ? 50 അല്ലേ? 11 നിന്ന് 6 പോയാൽ എത്രയാ? 5 അല്ലേ? അപ്പോൾ 5:50 ആയിരിക്കും എന്ത്? കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 11 മണിക്ക് താഴെയാണെങ്കിലാണ് ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 11:10 ആണെങ്കിലോ ചോദ്യം? അപ്പം എന്ത് ചെയ്യും? ഒന്നും പേടിക്കാനില്ല. ഇപ്പം നമ്മൾ കുറച്ചത് 11:60 എന്നാ. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എത്ര മണിക്കൂറാ? 24 മണിക്കൂറല്ലേ? അപ്പം നമ്മൾ എന്തെന്ന് കുറച്ചാൽ മതി? 23:60 നിന്ന് തന്നേക്കുന്ന കുറയ്ക്കാം. അപ്പം 11ന് താഴെയാണ് സമയമെങ്കിൽ എന്ത് ചെയ്യുക? 11:60 എന്ന് കുറയ്ക്കുക. ഇനി 11ന് മേലെയാണ്, 11 to 12 ഇടയിലുള്ളതാണെങ്കിലാണ് അത് കൂട്ടുക അല്ലേ? അപ്പം അതാണെങ്കിൽ എന്ത് ചെയ്യുക? 23:60 ഇന്ന് കുറയ്ക്കുക. ഓക്കെ ആണല്ലോ? 11 to 1 മണീൻ്റെ ഇടയിലായിരിക്കും അല്ലേ? അപ്പോൾ അത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 23:60, 11:10 ആണ്. അപ്പോൾ 23:60 എന്ന് 11:10 കുറയ്ക്കുക. 11:10 കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടെ 50 വന്നു. ഇവിടെ എന്ത് വരും? 2 1 12:50 ആയിരിക്കും അതിൻ്റെ പ്രതിബിംബം. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ സംഖ്യകൾ ഏതാണ്? 11:60 23:60. മറക്കണ്ട. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. ഒരു കോഡ് ഭാഷയിൽ ബിയറിങ്ങിനെ 1 2 3 4 5 6 7 എന്ന് എഴുതിയാൽ ബീയിങ്ങിനെ എങ്ങനെ എഴുതാം? വളരെ സിമ്പിളാണ്. ആലോചിച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം ഈ ബിയറിങ്ങത്തെ അക്കങ്ങൾ തന്നെയാണ് അക്ഷരങ്ങൾ തന്നെയാണ് എന്തുള്ളത്? ബീയിങ്ങിലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിയറിങ് ഞാൻ ആദ്യം ഒന്ന് എടുത്തെഴുതി. ബിയറിങ്. അതേപോലെ എന്താണ്? 1 2 3 4 5 6 7. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ബീയിങ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബിയുടെ നേരെ താഴെ ഏതാ? 1. ഇയുടെ നേരെ താഴെ ഏതാ? 2. ഇനി അടുത്തത് ഐ ആണല്ലേ? ഐയുടെ നേരെ താഴെ ഏതാ? 5 അല്ലേ? എൻ ആണ് ഇനി അടുത്ത്. എന്നിൻ്റെ താഴെ 6. ജിയുടെ നേരെ താഴെ ആരാ? 7. നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 1 2 5 6 7. ഏതാ ഉത്തരം? 1 2 5 6 7. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം അല്ലേ? സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ഒറ്റയാൻ, ഗ്രൂപ്പിൽ ഒറ്റയാൻ ആരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോകും. അങ്ങനത്തെ ഒരു ചോദ്യമാണിത്. ഇതിനെന്താ പ്രത്യേകത എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രൈം നമ്പർ ആണോ എന്നൊക്കെ നോക്കും. ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കും. അപ്പോൾ ഇതിലുള്ളത് 2 ഉത്തരങ്ങൾ ഇതിൽ വരാം അല്ലേ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് 972 നമുക്ക് ഒറ്റയാനാക്കിയിട്ട് എഴുതാം. തെറ്റ് പറയാൻ പറ്റില്ല.
972 നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. കാരണം 651, 835, 715 അതൊക്കെ എന്താ ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 972 എന്ന് എഴുതാം. ഇതിന് വേറൊരു ഉത്തരം കൂടിയുണ്ട് കേട്ടോ, അതും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ, അതും കൂടി ഒന്ന് നോക്ക്. ഇതിൻ്റെ ഫസ്റ്റത്തെ 2 സംഖ്യകൾ ഏതാ? 9, 7 അല്ലേ? ഈ 9ൽ നിന്ന് 7 കുറച്ചതാണ് ഈ മൂന്നാമത് കിട്ടിയ 2. ഇവിടെ നോക്ക്, ഈ 6ൽ നിന്ന് 5 കുറച്ചതാണ് എന്ത്? ഈ കിട്ടിയ 1. ഈ 8ൽ നിന്ന് 3 കുറച്ചതാണ് എന്ത്? ഈ ലാസ്റ്റ് കിട്ടിയ 5. പക്ഷേ ഈ 7ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് കിട്ടേണ്ടത് 6 ആയിരുന്നു, പക്ഷേ നമുക്ക് ഇവിടെ 5 വന്നത്. അപ്പോൾ ഇതാണ് ഈ കൂട്ടത്തിലെ ഒറ്റ. പക്ഷേ കുഴപ്പമില്ല, കാരണം ഈ 972 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് കൂടുതലും ഉത്തരമായിട്ട് വരും. പക്ഷെ നമുക്ക് 715 വരാം, അത് വേറെ മോഡലിൽ ചോദിക്കുമ്പോൾ 715 വരാം. ആ 2 മോഡൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്കങ്ങൾ വേണം. അപ്പോൾ ഒരു ക്രൈറ്റീരിയ അതാണ്. രണ്ടാമത്തെ പറഞ്ഞേക്കണത് അത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 6 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6ൻ്റെ ഗുണിതങ്ങൾ എടുത്താൽ പോരെ. അപ്പോൾ രണ്ടക്ക സംഖ്യകളിൽ വരുന്ന 6ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ വരുന്ന 12. അപ്പോൾ ഇനി വരുന്ന 18, പിന്നെ 24, 30, 36, 42, ഇനി എത്ര വരിക? 48, 54, 60, 66, സോറി ഇത്രയൊന്നും വേണ്ട അല്ലേ, 50 വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി. അപ്പോൾ നമുക്ക് 48 വരെ എടുത്താൽ മതി. അപ്പോൾ അതിൽ 6 ഇനി നോക്കേണ്ട എന്താ? അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ 1, 2 കൂട്ടിയാൽ 3. അപ്പോൾ ഇത് പറ്റുമോ? ഇല്ല. 1, 8 കൂട്ടിയാൽ എത്ര? 9. അപ്പോൾ ഇത് പറ്റുമോ? ഇല്ല. 2, 4 കൂട്ടിയാൽ എത്ര? 6. അപ്പോൾ അത് പറ്റും. ഓക്കെ, ഇനി 3, 0 കൂട്ടിയാൽ 3 ആണ്, അപ്പോൾ അത് പറ്റൂല. അപ്പോൾ ഇനി 3, 6 കൂട്ടിയാൽ 9 ആണ്, അത് പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 4, 2 നേരത്തെ അതേമാതിരി 24 തിരിച്ചിട്ടാൽ 42 അത്രേ ഉള്ളൂ. അപ്പോൾ അതും പറ്റുമല്ലോ, അത് പറ്റും. 4 + 2 6 ആണ്. 4, 8 എത്രയാണ് കൂട്ടിയാൽ 12 ആണ്, അത് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട്? 1, 2. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ബി 2 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരത്തിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല ജോലികളിൽ എല്ലാവരും എത്തട്ടെ, നല്ല ഉയർച്ചയിലെത്തട്ടെ. നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കസേരകളിൽ ഇരിക്കട്ടെ. ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.